ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ കേട്ടോ. അതിൽ പരിപ്പ് കഴുകി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് വെണ്ടക്കായ ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് ഇടണം, അപ്പോൾ ഉടയില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയിലേക്കും ചോറിലേക്കും അതേപോലെ തന്നെ ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. അധികം നാളികേരമൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്കായ വഴറ്റിയിട്ട് നമുക്ക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതേമാതിരി പൊടികൾ എടുത്ത് മുന്നേ വെക്കണം. പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക, ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു സാമ്പാറാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് 2 സ്പൂണ് മുളക് പൊടിയും സാമ്പാർ പൊടിയും കുറച്ച് ഒരു 3 സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൊടി 3-4 സ്പൂൺ എടുത്ത് വയ്ക്കാം. ഈ കഷ്ണം ഇതിലേക്ക് പരിപ്പ് വെന്തയിലേക്ക് ഇട്ടിട്ട് അതിൽ പുളി ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും കുക്കർ അടച്ച് ഒരു വിസിലും കൂടി എടുക്കുക കേട്ടോ. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ വിസിൽ തന്നെ പോകണം. നമ്മൾ വിസിൽ എടുത്ത് കളയരുത്, അത് തന്നെ അതിൽ തന്നെ ഇരുന്ന് പോകുമ്പോൾ അത് വേവുള്ളൂ. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കുക, അവര് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാമ്പാർ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സാമ്പാർ പൊടി മുളക് പൊടിയും കൂടിയിട്ട് എന്നിട്ട് നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അച്ചാറിലേക്കൊക്കെ ഇടണ പോലെ തന്നെ നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സാമ്പാർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. വറ്റൽമുളക് ഇട്ടു. ഇനി അതിലേക്ക് നമ്മൾ ഈ കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊബൈലിൽ ഞാൻ പിടിച്ചിട്ടുള്ള കാരണം കൊണ്ട് എനിക്കെല്ലാം കൂടി തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. നല്ലോണം മുരിഞ്ഞു. ഇത്തിരി വെളിച്ചെണ്ണ ഇത്തിരി അധികം ഒഴിക്കണം കേട്ടോ. നല്ല സാമ്പാറിന് ആ മുളക് പൊടിക്ക് മൂക്കാനൊക്കെ ഇത്തിരി ഇത് കിട്ടുള്ളൂ. ഇത്തിരി അധികം ഒഴിച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇത് നല്ലോണം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ കൂടി കുക്കറിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ തിളപ്പിക്കുക കേട്ടോ. നല്ല മാതിരി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി ഇവിടെ.